നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ നവകേരള സർക്കിട്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പൊതുഖജനാവിൽ നിന്ന് 1,05,00,000 രൂപ മുടക്കി ഒരു ബസിൻ്റെ ചെസിസ് എടുത്ത് ബോഡി ചെയ്താണ് പിണറായി വിജയനും മന്ത്രിമാരും കാസർഗോഡ് മുതൽ പാറശാല വരെ ഈ യാതൊരു പ്രയോജനവുമില്ലാത്ത സർക്കിട്ട് നടത്തിയത്. പിണറായി വിജയൻ ഇരുന്ന് കറങ്ങാൻ വേണ്ടി മാത്രം ചൈനയിൽ നിന്ന് വരുത്തിയത് 1,65,000 രൂപയുടെ ഒരു കസേരയാണ്. ആ കസേരയിലിരുന്നാണ് പിണറായി വിജയൻ ഈ യാത്രയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ യാത്ര എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ എനിക്ക് ഈ യാത്രയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് റാംജി റാവു സ്പീക്കിംഗ് എന്നുള്ളൊരു സിനിമയാണ്. ആ സിനിമയിൽ ഇന്നസെൻ്റ് അവതരിപ്പിച്ച ഉറുമീസ് എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെയാണ് പിണറായി വിജയനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഈ സർക്കസ് കൂടാരങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ 1-2 മാസങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സർക്കസ് കളിക്കും. അതിനുശേഷം അവിടുത്തെ പരിപാടി അവതരിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മൃഗങ്ങളെയും പക്ഷികളെയും കൂടാരവും മറ്റുപകരണങ്ങളുമൊക്കെ പാക്ക് ചെയ്തൊരു ലോറിയിലാക്കും. സർക്കസിൻ്റെ മുതലാളിയും കോമാളി മുതൽ കായികാഭ്യാസം കാണിക്കുന്ന മരണക്കിണറിൽ അഭ്യാസം കാണിക്കുന്നവൻ വരെ ഒരു വാനിലുമായിരിക്കും പോകുന്നത്. അതുപോലെയാണ് എനിക്ക് ആ ഒരു സർക്കിട്ട് കാണുമ്പോൾ ഓർമ്മ വന്നത്. നിരവധി സ്കൂളുകളുടെ മതിലുകളാണ് ഈ ഒരു സർക്കിട്ട് വണ്ടി കയറാനായി പൊളിച്ചത്. ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പലയിടങ്ങളിലും കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചത്. ആ യൂത്ത് കോൺഗ്രസ്സുകാരെ ഡിവൈഎഫ്ഐക്കാരും പോലീസുകാരും എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. 100 കണക്കിന് യൂത്ത് കോൺഗ്രസ്സുകാരെയാണ് പോലീസുകാർ മർദ്ദിച്ചവശരാക്കിയത്. പലർക്കെതിരെയും കേസെടുത്തു. തലശ്ശേരിയിലോ മറ്റോ വെച്ചാണ് ഡിവൈഎഫ്ഐക്കാർ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ മൃഗീയമായി മർദ്ദിച്ചതും തലയടിച്ചു പൊട്ടിച്ചതും. അത് രക്ഷാപ്രവർത്തനമെന്നാണ് അന്ന് പിണറായി വിജയൻ ന്യായീകരിച്ചത്, ഒരു ക്രൂരമായിട്ടുള്ള ഒരു ചിരിയോടുകൂടി. ആലപ്പുഴയിൽ വെച്ചാണ് തോമസ് എന്നൊരു ചെറുപ്പക്കാരനെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചത്. എല്ലാ പ്രോട്ടോക്കോളുകളും മറികടന്നുകൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന യുവാവിനെയാണ് അവരുടെ ലാത്തി പിടിച്ചു വാങ്ങി അതിക്രൂരമായി മർദ്ദിച്ച് തല പൊട്ടിച്ചത്. ആ തോമസ് ഇന്ന് ആലപ്പുഴയുടെ MLA ആണ്. വിധിയുടെ വിളയാട്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും പറയാൻ വന്നത് അതൊന്നുമല്ല. ഈ സർക്കിട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ വീണ്ടും അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് UDF എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച KSU നേതാവ് AD തോമസ് ഉൾപ്പെടെയുള്ളവർക്കാണ് 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് മർദ്ദനമേറ്റത്. ഈ ഗൺമാനായ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരനായ സന്ദീപ് ഇവരാണ് കുറ്റം ചെയ്തത്. ഇവരാണ് രണ്ടുപേരുമാണ് ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചത്. എന്നാൽ ഇവർ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട് നൽകി കേസ് അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തിയത്. സംഭവത്തിൽ പുനരന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനാണ് ഇപ്പോൾ UDFിൻ്റെ നീക്കം. മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സംഭവത്തിൽ ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകാനുള്ള നീക്കം അംഗീകരിക്കരുത് എന്നാണ് കോൺഗ്രസിനുള്ളിലെ വികാരം. സർക്കാർ അധികാരമേറ്റ ശേഷം പുനരന്വേഷണത്തിനുള്ള നിർദ്ദേശം ക്രൈംബ്രാഞ്ചിന് നൽകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഈ സംഭവം കോടതിയിലെത്തി. പക്ഷേ ഗൺമാൻ കോടതിയിൽ ഹാജരായില്ല. നോക്കൂ, എത്ര വെല്ലുവിളിയാണ് ഈ പിണറായി വിജയൻ അന്ന് കാണിച്ചത്. എത്ര അഹങ്കാരത്തോടു കൂടിയായിരുന്നു അയാൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കേരളം ഭരിച്ചത്. അയാളോടൊപ്പം ഒട്ടി നിന്ന ഇത്തരത്തിലുള്ള ശിങ്കിടികൾ, കിങ്കരന്മാരാണ് ഒരു തരത്തിൽ ഇയാളെ ഇത്ര അധികം ഒരു മോശപ്പെട്ടവനായി ചിത്രീകരിച്ചത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഗൺമാനൊക്കെ വീണ്ടും അന്വേഷണം നേരിടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. UDF മൃഗീയ ഭൂരിപക്ഷം നേടിയതോടെ യൂത്ത് കോൺഗ്രസ്സുകാർ സമൂഹ മാധ്യമങ്ങളിൽ ഈ സന്ദീപിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അയാളെ വെല്ലുവിളിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അയാളെ കൈകാര്യം ചെയ്യും, കേസുമായി മുന്നോട്ട് പോകും എന്നൊക്കെ അവർ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ ഇയാൾ പരാതി കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് അറിയുന്ന വിവരം ഈ സന്ദീപ് വിദേശത്തേക്ക് പോയി എന്നാണ്. അദ്ദേഹം VRS എടുത്ത് പോയതാണോ അതോ ഇനി 5 വർഷം കഴിയുമ്പോൾ ഭരണം മാറും, അപ്പോൾ LDF തിരിച്ചു വരും, അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി തനിക്ക് ആൾക്കാരുടെ തലവണ്ട അടിച്ച് പൊട്ടിക്കാമല്ലോ എന്നുള്ളൊരു ധാരണയോടുകൂടി വിദേശത്തേക്ക് ജോലിക്കായി പോയതാണോ എന്നെനിക്കറിയില്ല. എന്തായാലും സന്ദീപ് കേരളം വിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇനിയിപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്ന് പുനരന്വേഷണം നടത്തിയാൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ വളരെ മൃഗീയമായി നേരിട്ട പോലീസുകാരൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി അധികാരം കിട്ടി എന്ന് കരുതി SFIക്കാരെയോ DYFIക്കാരെയോ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിനെ ന്യായീകരിക്കാനും ആവില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷരായി സാധാരണക്കാരോടൊപ്പം നിൽക്കേണ്ടവരാണ്. ഭരണം മാറും, പുതിയ മന്ത്രിസഭ വരും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അത് സർക്കാരിന് വേണ്ടി എതിർ കക്ഷിയിലുള്ളവരെ തല്ലിച്ചതയ്ക്കുന്നതോ കള്ളക്കേസിൽ കൊടുക്കുന്നതോ ആവരുത്. പിണറായി വിജയന് പിന്നെ വിവരവും വെള്ളിയാഴ്ചയും ഒന്നും മനുഷ്യത്വവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പലരെയും, ഞാൻ ഉൾപ്പെടെയുള്ള പലരെയും വേട്ടയാടി. അതുപോലെ ആകരുത് ഇനി വരുന്ന UDF മന്ത്രിസഭ. ആ ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. എന്തായാലും നമ്മുടെ ഗൺമാൻ
പമ്പ കടന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് എത്രത്തോളം അതിൽ വാസ്തവമുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും അദ്ദേഹം കേരളം വിട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ്.